ഇന്ന് പത്രവാർത്തകളുമായി എനിക്കൊപ്പം ഉള്ളത് മിസ്റ്റർ സുജിത് ചന്ദ്രനാണ്. സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നത്തെ പത്രങ്ങളിലേക്ക് പോയാൽ പ്രധാനമായിട്ടും ഈ പണിമുടക്കിൻ്റെ വാർത്തകൾ, ശബരിമല വാർത്തകൾ, വന്ദേമാതരം ദേശീയ ഗാനത്തിന് തുല്യമായ പ്രോട്ടോക്കോൾ ഏർപ്പെടുത്തിയ വാർത്ത, ഇന്നലെ പാർലമെൻറ്റിൽ പ്രതിപക്ഷം നടത്തിയ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വലിയ വിമർശനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങുകയാണ്. രണ്ട് വാർത്തകളാണ് തുല്യമായി ഒരേ പ്രാധാന്യത്തോടെ മുൻപേജിൽ വന്നിരിക്കുന്നത്. ഒന്ന് വന്ദേമാതരം മുഖ്യം, രണ്ട് വിറ്റു ഭാരതാംബയെ. രണ്ട് കോൺട്രാസ്റ്റുള്ള വാർത്തകൾ ഒരേ പ്രാധാന്യത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു. വന്ദേമാതരം മുഖ്യത്തിലേക്ക് വന്നാൽ നമ്മളെല്ലാം അറിഞ്ഞ വാർത്തയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ദേശീയ ഗീതമായ, ദേശീയ ഗാനത്തിന് തുല്യമായ ആദരം രാജ്യം നൽകിപ്പോരുന്ന വന്ദേമാതരത്തെ ദേശീയ ഗാനത്തിന് തുല്യമായ പ്രോട്ടോക്കോളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയ പദ്ധതി ഏറെക്കാലമായി നടത്തുകയാണ് സർക്കാർ. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. അതിൻ്റെ ഒരു ഡയറക്റ്റീവ് പോയിരിക്കുന്നു എന്നുള്ള വാർത്ത. എങ്ങനെയാണ് വന്ദേമാതരം ആലപിക്കേണ്ടത്, ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന മട്ടിലുള്ള ഡയറക്റ്റീവ് സംബന്ധിച്ച വാർത്ത വലിയ പ്രാധാന്യത്തോടെ ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മലയാള മാധ്യമങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ വന്ദേമാതരം മുഖ്യമെന്ന തലക്കെട്ടിൻ്റെ ചരിത്ര പശ്ചാത്തലം, വന്ദേമാതരം രൂപപ്പെട്ടു വന്ന വഴി ഇതിലെ ഒന്ന് രണ്ട് സ്റ്റാൻസുകൾ ഒഴിവാക്കാൻ 37-ലെ കോൺഗ്രസ് സമ്മേളനം എന്തുകൊണ്ട് തീരുമാനമെടുത്തു എന്നതടക്കമുള്ള വിവരങ്ങൾ പല പത്രങ്ങളിൽ വിശാലമായി ആ ചരിത്രം ഇന്നുണ്ട്. രണ്ട്, വിറ്റു ഭാരതാംബയെ. കേന്ദ്രത്തിനെതിരെ കത്തിക്കാളി രാഹുൽ ഗാന്ധി എന്നാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. ഭാരതമാതാവിനെ കേന്ദ്ര സർക്കാർ വിറ്റു, സമ്പൂർണ്ണമായി കീഴടങ്ങി, മോദിക്ക് അമേരിക്കയെ ഭയമാണ് എന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയൽ പരാമർശിച്ചതും വാർത്തയിലുണ്ട്. അതിനുശേഷം വന്ന അതിൻ്റെ തുടർചലനങ്ങൾ, പെട്രോളിയം മന്ത്രിയുടെ വാർത്താ സമ്മേളനമൊക്കെ നമുക്കറിയാം. ലജ്ജ തോന്നിയില്ലേ എന്ന് രാഹുൽ ചോദിക്കുന്നു. അമേരിക്കയ്ക്ക് ഇന്ത്യൻ ഡാറ്റ വേണം, അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വേലക്കാരല്ല എന്നവരോട് പറയണം. നമ്മുടെ ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കാൻ ആവശ്യപ്പെടണം. എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ ഇങ്ങനെ വിൽക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നിയില്ലേ? ആരിൽ നിന്ന് ഇന്ത്യ ഇനി എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക തീരുമാനിക്കും. രാഹുൽ ഗാന്ധിയുടെ ആ കോട്ടും മാതൃഭൂമി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. മാതൃഭൂമിയുടെ മറ്റൊരു വാർത്ത കൗതുകകരമായ വാർത്തയാണ്. ഏറ്റവും പിൻപേജിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. കേരളത്തെ മിടുക്കിയാക്കി ഇടുക്കിക്ക് 50 വയസ്സ്. നിലയ്ക്കാത്ത ഊർജ്ജം നൽകി കേരളത്തെ മിടുക്കിയാക്കി ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് 50 വയസ്സ്. 1976 ഫെബ്രുവരി 12 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മൂലമറ്റം പവർ ഹൗസിലെ ടർബൈൻ്റെ മോട്ടോർ ചലിപ്പിച്ച് നാടിന് സമർപ്പിച്ച ജലവൈദ്യുത പദ്ധതിയാണിത് എന്ന് തുടങ്ങി ഭൂമിക്കടിയിലെ വിസ്മയം, ആ വലിയ മനുഷ്യ നിർമ്മിത വിസ്മയത്തിൻ്റെ വിശദാംശങ്ങൾ, ചരിത്രം ഒക്കെ മാതൃഭൂമി ഓർത്തെടുക്കുകയാണ്. മാത്രമല്ല, അന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ച മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു ചെറിയ ചിത്രം കൂടി ഇന്ന് നൽകിയിട്ടുണ്ട്. പദ്ധതി അന്നത്തെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വാർത്ത പ്രസിദ്ധീകരിച്ച മാതൃഭൂമി പത്രം. പിന്നെ മൂലമറ്റം പവർ ഹൗസിലേക്ക് കടക്കുന്ന തുരങ്കത്തിൻ്റെ ഒരു ചിത്രം കൂടി മാതൃഭൂമി ഇന്ന് കൊടുത്തിരിക്കുന്നു. മനോരമയിൽ വലിയ ജാക്കറ്റാടൊക്കെയാണ് ഇന്ന് പരസ്യങ്ങളുടെ കാലം. മനോരമയുടെ ഈ വാർത്തയൊക്കെ ഇന്ത്യയെ വിറ്റു വാർത്ത പാഠനം പൂർണ്ണമായി. ഇത് തന്നെയാണ് പ്രധാന വാർത്തയായിട്ട് മനോരമ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് തുല്യ പ്രാധാന്യത്തിലൊരു വാർത്ത കൂടിയുണ്ട് മനോരമയിൽ ഇന്ന്. തിരുത്തണം സഖാവേ എന്നാണ് തലക്കെട്ട്. CPIM റിപ്പോർട്ടിനെ പറ്റിയാണ്. സംഘടന ദുർബലമാണ്, സംഘടന നിഷ്ക്രിയമാണ് എന്ന് CPIM സ്വയം വീണ്ടും വിലയിരുത്തുന്നു. വോട്ടർമാരെ കണ്ട് സംസാരിക്കുന്ന രീതി മറന്നുപോയിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം പങ്കുവയ്ക്കലായി മാറിയിരിക്കുന്നു. 2016 എല്ലാം ശരിയാകും എന്നായിരുന്നുവെങ്കിൽ 2026 ആകുമ്പോഴത്തേക്ക് എല്ലാം ശരിയാക്കും എന്ന മുദ്രാവാക്യം മാറി എന്ന തരത്തിൽ ഒരു കാർട്ടൂണും കൊടുത്തിട്ടുണ്ട്. ഒരു ബാനർ പിടിച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് CPIM നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതരമായ സംഘടനാ ദൗർബല്യമാണെന്ന് അതിൻ്റെ വിശദാംശങ്ങൾ. സംഘടനാ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണിപ്പറയുന്ന ആ പാർട്ടി രേഖയുടെ ഒരു കോപ്പിയും ഇതോടൊപ്പം അച്ചടിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന മട്ടിൽ പല ബ്രാഞ്ചുകളും ലോക്കൽ കമ്മിറ്റികളും അത്രയേറെ ദുർബലമാണെന്ന് തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തി. പാർട്ടി അംഗങ്ങളിൽ പലരും പ്രവർത്തിക്കുന്നില്ല, വോട്ടർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നില്ല എന്ന് തുടങ്ങി CPIMൻ്റെ സ്വയം വിമർശനത്തിൻ്റെ വിശദാംശങ്ങൾ വിശദമായി കൊടുത്തിരിക്കുകയാണ് മനോരമയുടെ 6-ാം പേജിലേക്ക് പോവുകയാണെങ്കിൽ പ്രക്ഷോഭശേഷം വോട്ട് പരീക്ഷ എന്ന വാർത്ത. അതായത് ബംഗ്ലാദേശ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഭൂതകാലത്തിൽ വേരാഴ്ത്തി നിൽക്കുന്ന സാംസ്കാരിക ബോധം ഒരു വശത്ത്, 2024 പ്രക്ഷോഭം ഉയർത്തിവിട്ട ആവേശം മറുവശത്ത്, ഈ രണ്ടു ചേരികൾക്കിടയിൽ രാജ്യത്തിനൊരു പുതിയ ഭാവി നെയ്തെടുക്കുകയെന്ന വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. ഒപ്പം മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മരണം മൂലം ഉണ്ടായ പശ്ചാത്തലം, കാലം മാറുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ പരിസരം
മാറിയത്, യുവാക്കളെ കയ്യിലെടുക്കാൻ BNPയുടെ പുനരവതാരം എന്ന് തുടങ്ങി വളരെ വിശദമായ റിപ്പോർട്ട് ധാക്കയിൽ നിന്ന് നമ്രത ബിജി അഹൂജ റിപ്പോർട്ട് ചെയ്യുന്നു മനോരമയ്ക്ക് വേണ്ടി. ആ വാർത്തയും മനോരമ വളരെ പ്രാധാന്യത്തോടെ അവരുടെ കാഴ്ചപ്പാട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മനോരമയുടെ 8-ാം പേജിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത തന്നെയാണ്. ആരാദ്യം പറയും എന്ന മട്ടിൽ നടന്ന ഒരു അടിയുടെ വാർത്ത. അടിയുടെ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിൻ്റെയോ തർക്കത്തിൻ്റെയോ വാർത്ത. ആരാദ്യം പറയും. പുതിയുഗ യാത്രാവേദിയിൽ പിടിവലി. കോഴിക്കോട് കുറ്റ്യാടിയിൽ UDF പുതിയുഗ യാത്രാവേദിയിൽ നടന്ന ആ പിടിവലിയുടെ ഒരു ചിത്രം വേദിക്കുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. സംസാരിക്കുന്ന ചിത്രം. VD സതീശൻ ഇതൊക്കെ നിശബ്ദമായി നോക്കി നിൽക്കുന്നു. നേതാക്കൾ ചുറ്റുപാടുമുണ്ട്. കുറ്റ്യാടി വേദിയിൽ ഷാഫി പറമ്പിൽ MPയും DC സെക്രട്ടറി പ്രമോദ് കക്കട്ടിലും തമ്മിൽ ഉരസിയ വാർത്തയുടെ വിശദാംശങ്ങൾ അത് ഇപ്പോൾ അല്പം മുമ്പ് സേതു ചോദിച്ചതുപോലെ അല്ലെങ്കിൽ പ്രസാദ് റിപ്പോർട്ട് ചെയ്തതുപോലെ വലിയ ഒരു വിവാദമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് വാളുകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും നമുക്കറിയാമല്ലോ. മനോരമ മാറ്റിവെച്ചാൽ ദേശാഭിമാനി എടുത്താൽ സ്വാഭാവികമായും ദേശാഭിമാനിയുടെ ഇന്നത്തെ ഒന്നാമത്തെ തലക്കെട്ട് പണിമുടക്ക് തുടങ്ങി എന്നത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും ലേബർ കോഡുകൾക്കെതിരെയും മറ്റും നടത്തുന്ന പണിമുടക്കിൻ്റെ വാർത്ത വലിയ വിശാലമായി ഒന്നാമത്തെ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. രാജ്യത്തെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയും ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുകയും ചെയ്ത മോദി സർക്കാരിന് താക്കീതായി CITU ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച സമരം തുടങ്ങി എന്ന വാർത്ത. കൽക്കരി, വൈദ്യുതി, പ്രതിരോധ മേഖലകളിലൊക്കെ ജീവനക്കാരും ബാങ്ക്, ഇൻഷുറൻസ് മേഖലകളൊക്കെയും പണിമുടക്കുകയാണ്. ഇത് സംസ്ഥാനത്ത് പൂർണ്ണമാകും എന്ന വാർത്തയും അതോടൊപ്പം ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പേജിൽ തന്നെ ഈ കുറ്റ്യാടിയിൽ നടന്ന കോൺഗ്രസ് വേദിയിലെ സംഘർഷത്തിൻ്റെ വാർത്ത കുറച്ച് കൂട്ടിയാണ് സ്വാഭാവികമായും ദേശാഭിമാനി കൊടുക്കുക. അധ്യക്ഷൻ്റെ കഴുത്തു ഞെരിച്ച് ഷാഫി എന്നാണ്. അത്രയ്ക്കൊക്കെ പോയോ എന്ന് സംശയമാണ്. മറിഞ്ഞു വീണ് മുല്ലപ്പള്ളി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF ജാഥയിൽ ആദ്യം പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിൽ അരിശം പൂണ്ട അധ്യക്ഷൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഷാഫി എന്ന രീതിയിൽ ആ വാർത്ത സ്വാഭാവികമായും വീണ് കിട്ടിയൊരു വാർത്തയാണ്. ദേശാഭിമാനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാർത്ത തന്നെയാണ്. അവിടെ ഒരു ഉരസലും സംഘർഷവുമൊക്കെ ഉണ്ടായി. പക്ഷേ ഒരു പൊതുവേദിയിൽ കഴുത്തു ഞെരിച്ചു എന്നൊക്കെ മട്ടിലുള്ള വലിയ ഒരു സംഘർഷ രൂപത്തിലേക്ക് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഏതായാലും നമുക്ക് ഊഹിക്കാവുന്നതാണ്. 9-ാം പേജിലേക്ക് പോയാൽ മറ്റൊരു ക്ലെയിമാണ്. ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് കേന്ദ്രം. എന്തിന്? ദേശീയപാതാ വികസനത്തിന്. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇത് പറയുന്നത് എന്ന് പറയുന്നത്. കേരളം എന്നാണ്, ക്ഷമിക്കണം. ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് കേരളം എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു ദേശീയപാതാ വികസനത്തിന്. ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ളവയ്ക്കായി ചെലവിട്ടത് 55,080.74 കോടി രൂപയാണ്. അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദേശീയപാതയ്ക്ക് സംസ്ഥാനത്തിൻ്റെ വിഹിതമായി ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് കേരളമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്ന വാർത്ത ഇന്നത്തെ ദേശാഭിമാനിയിൽ പ്രാധാന്യത്തോടെ ദേശാഭിമാനി സ്വാഭാവികമായിട്ടും നൽകിയിരിക്കുന്നു. ഇനിയിപ്പോൾ വീക്ഷണത്തിലേക്ക് വന്നാൽ ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, പാർലമെൻറ്റിലെ പ്രസംഗം തന്നെയല്ലേ വീക്ഷണം ഒന്നാമത്തെ വാർത്തയെ കൊടുക്കും. നിങ്ങൾ ഇന്ത്യയെ വിറ്റു എന്നാണ് തലക്കെട്ട്. മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ. ഇന്ത്യ-US വ്യാപാര കരാർ ട്രംപിന് മുമ്പിൽ കീഴടങ്ങിയതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. ആ വാർത്തയെ അത്രയേറെ പ്രാധാന്യത്തോടെ വീക്ഷണം നൽകിയിരിക്കുന്നു. ഹിന്ദുവിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ വാർത്തകളിൽ നിന്നൊക്കെ മാറി ഒരു കൗതുകകരമായ ചരിത്രത്തിലേക്ക് ഈ ആന്ത്രോപോളജിക്കൽ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വാർത്തയുണ്ട്. തമിഴ് ബ്രഹ്മി ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ഇൻ ഈജിപ്റ്റ് ഷെഡ് ലൈറ്റ് ഓൺ ഏൻഷ്യൻ ട്രേഡ് ലിങ്ക്സ്. അതായത് ഈജിപ്തിൽ നിന്ന് കണ്ടെടുത്ത ഒരു ഇൻസ്ക്രിപ്ഷൻ, ഒരു എഴുത്തിൽ, അതായത് ഒരു കോറിയിട്ട എഴുത്തുകളിൽ തമിഴ് വാക്കുകളുണ്ട് എന്നുള്ളത്. പാത്ത് ബ്രേക്കിംഗ് ഫൈൻഡിങ് ഹസ് ഷെഡ് ന്യൂ ലൈറ്റ് ടു ദ ട്രേഡ് ലിങ്ക്സ് ബിറ്റ്വീൻ ഏൻഷ്യൻ തമിഴകം ആൻഡ് അതർ പാർട്സ് ഓഫ് ഇന്ത്യ. ഈജിപ്തിന് അക്കാലത്ത് തന്നെ തമിഴകവുമായി ഉണ്ടായിരുന്ന ബന്ധം, അതിൽ സാൻസ്ക്രിറ്റ്, പ്രാകൃത്, പഴയ തമിഴിൻ്റെ പഴയ ലിപിയാണല്ലോ, പ്രാകൃതത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷകളാണ് തെക്കേ ഇന്ത്യൻ ഭാഷകളൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇൻസ്ക്രിപ്ഷൻസ്, ബ്രഹ്മി ഇൻസ്ക്രിപ്ഷൻസ് ആണ് കണ്ടെടുത്തത്. ഇത് വൺ ഓഫ് ദ ടോംസ് അറ്റ് ദ വാലി ഓഫ് ദ കിങ്സ് ഓഫ് ഈജിപ്റ്റ്. ഈ ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ഈ ഒരു ചരിത്രരേഖ കണ്ടെടുത്ത വാർത്ത 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് ഹിന്ദു നൽകിയിരിക്കുന്നത്. ഇനി മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ അയ്യപ്പ സംഗമം കൂടുതൽ കേന്ദ്ര അന്വേഷണം വരുന്നു എന്ന വാർത്തയാണ്. മറ്റു വാർത്തകൾക്കൊപ്പം നേരത്തെ പറഞ്ഞ വാർത്തകളൊക്കെ ഇതിലുണ്ട്. സർക്കാരും മുൻ ദേവസ്വം ബോർഡും കുരുക്കിലേക്ക് നീങ്ങുകയാണെന്ന് മംഗളം പ്രവചിക്കുന്നു. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം മിനിറ്റ്സിൽ ഇല്ലെന്ന് സൂചന. അത് വന്ന വാർത്തയാണ്. ഫണ്ട് വിനിയോഗത്തിലെ അവ്യക്തത, അതും ഇന്നലെ വന്നതാണ്. ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടമെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് കൂടുതൽ കേന്ദ്ര അന്വേഷണം അയ്യപ്പ സംഗമത്തെക്കുറിച്ചും അയ്യപ്പ സംഗമം സംബന്ധിച്ചും വരുന്നു എന്നുള്ള വാർത്ത. പിന്നീടൊരു വാർത്തയുണ്ട്. 5 സീറ്റിൽ മത്സരിക്കും, മട്ടന്നൂർ മാറ്റിത്തരാമെന്ന് കോൺഗ്രസ്. RSPക്ക് കഴിഞ്ഞ 10 വർഷമായി സീറ്റില്ല നിയമസഭയിൽ. 5 സീറ്റിൽ
സീറ്റിൽ ഇത്തവണ മത്സരിക്കും. മട്ടന്നൂർ മാറ്റിത്തരാമെന്ന് പറയുന്നു. ജന്മഭൂമിയിൽ ഡൽഹി പ്രവാസ് ജനപ്രതിനിധി സംഘത്തിന് ആവേശോജ്വല സ്വീകരണം. പ്രധാനമന്ത്രിയുമായുള്ള തിരുവനന്തപുരത്തെ കൗൺസിലർമാരുടെ കൂടിക്കാഴ്ച ഇന്ന്. ഒപ്പം അയ്യപ്പ സംഗമത്തിൻ്റെ വാർത്ത വളരെ പ്രാധാന്യത്തിലൂടെയുണ്ട്. മാധ്യമത്തിൽ കണക്കിലെ കളി, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വാർത്ത, വന്ദേമാതരം ആദ്യം പാടണം, ഇതെല്ലാം മാധ്യമത്തിലുണ്ട്. കേരള കൗമുദിയിലും വന്ദേമാതരമാണ് പ്രധാന വാർത്തയായിട്ട് കൊടുക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽ US ആയുധമാക്കിയെന്ന് രാഹുൽ പറഞ്ഞതും പ്രാധാന്യത്തോടെ അവർ നൽകിയിരിക്കുന്നു. നാളികേരക്ഷാമം തീരും. ബജറ്റിൽ മാമ മാത്രമല്ല, കേരളത്തിന് തേങ്ങയുമുണ്ട്. നാളികേരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം കേരള കൗമുദിയുടെ ഉൾപേജിൽ ഇന്നലത്തെ മറ്റേ മോനെ പരാമർശത്തിൽ സുരേഷ് ഗോപി നടത്തിയ രസകരമായ വിശദീകരണത്തിൻ്റെ വാർത്തയുണ്ട്. സുപ്രഭാതത്തിൽ ആദ്യം പാടണം വന്ദേമാതരം എന്ന വാർത്ത തന്നെ പ്രാധാന്യത്തിൽ കൊടുത്തിരിക്കുന്നു. മോദി രാജ്യം വിറ്റു എന്ന് രാഹുൽ പറഞ്ഞത് സിറാജ് എടുത്താൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. ദേശീയ താൽപ്പര്യങ്ങളിൽ കേന്ദ്രം വിട്ടുവീഴ്ച ചെയ്തു എന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു. സേതു. ഓക്കെ സുചന്ദ്രൻ.